ഉച്ചയ്ക്ക് 2 മണി ആവാറായപ്പോൾ ഭയങ്കര വിശപ്പ്. രാവിലെ കഴിച്ച ഇഡലിക്കൊന്നും ഇപ്പോൾ പഴയ മൈലേജ് ഇല്ല. 12 മണിയായപ്പോൾ തൊട്ട് വിശക്കാൻ തുടങ്ങിക്കണ്. ഞങ്ങൾ 5-6 ആൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. അജയ് സാറിൻ്റെ മട്ടൻ പെരട്ടും, ഹീരുവിൻ്റെ ഗോപി മഞ്ചൂരിയനും, ഷാനിൻ്റെ അയല മുളകിട്ടതും, റീനേച്ചിൻ്റെ മോരുകറിയും, എൻ്റെ പോത്ത് കറിയും ഒക്കെ കൂടി തിന്ന് ഏമ്പക്കം പോലും വിടാൻ സ്ഥലമില്ലാണ്ടായി. അതിൻ്റെ ഒരു ആലസ്യത്തിൽ ഫാർമസിയിൽ പുതുതായി വാങ്ങിയ കറങ്ങുന്ന കസേരയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടോണ്ട് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്ന സമയം. അല്ലേലും നമ്മൾക്ക് വയസ്സായിട്ടില്ലെന്നും നമ്മളെ കാണുന്നവർക്കാണ് വയസ്സായതെന്നും തോന്നിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുളുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരിത്. അങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുമ്പോൾ ഒരാൾ മരുന്ന് വാങ്ങാൻ വന്നു. നോക്കുമ്പോൾ ഒരു ബംഗാളിയാണ്. സാധാരണ വരിയിൽ വേറെ മലയാളികൾ ഉണ്ടാവുമ്പോൾ ബംഗാളി വന്നാൽ ഉള്ളുന്നൊരു ബേജാറാണ്. നമ്മൾ ഓരോട് പറയുന്ന ഹിന്ദി കേട്ടിട്ട് ചെലോല് അന്തം വിടും, ചെലോല് കളിയാക്കി ചിരിക്കും. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും വലിയ തിരക്കില്ലാത്തത് കൊണ്ടും മലയാളി ഒന്നുമില്ല, ബംഗാളി മാത്രമേ ഉള്ളൂ. അയാളാണെങ്കിലോ ബംഗാളെന്ന് നേരിട്ടുള്ള വരവാന്ന് തോന്നുന്നു. കുളിച്ചിട്ട് ഒരു 1.5 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാകും. ഫുൾ കൈയുള്ള ഇറുകി പിടിച്ച ഇറക്കം കുറഞ്ഞ ഒരു ടീഷർട്ടും കാലിൻ്റെ ഞെരിയാണിയും കഴിഞ്ഞ് ചെരുപ്പിൻ്റെ ചോട്ടിലെത്തിയ സിമൻറ്റ് കറയുള്ള പാൻറ്റും കയ്യിലും കഴുത്തിലും നിരച്ച ചരടുമിട്ട അയാൾ അടുത്തേക്ക് വന്നപ്പോൾ പാൻപരാഗും വിയർപ്പും കൂട്ടി കലർന്ന മണം മാസ്കും കഴിഞ്ഞ് മൂക്കിലെത്തി. ഷീട്ട് വാങ്ങി പേര് നോക്കി. മുഷ്താഖുൽ ഹക്ക്, വയസ്സ് 30. മരുന്ന് നോക്കുമ്പോൾ ചൊറിച്ചിലിനുള്ളതാണ്. ചൊറിയും, ഉറപ്പല്ലേ? വെള്ളവും അവനും തമ്മിൽ അത്യാവശ്യം നല്ല ശത്രുതയിലാണെന്ന് അവനെ കണ്ടാൽ അറിയാം. എന്തായാലും നമ്മളെ പണി നല്ലോണം ചെയ്യണമല്ലോ. അതുകൊണ്ട് മരുന്നും ഓയിൻമെൻറ്റും ഒക്കെ എടുത്ത് മെഡിസിൻ കവറിൻ്റെ പുറത്ത് ഹിന്ദിയിൽ കഴിക്കേണ്ട വിധമൊക്കെ എഴുതി കൊടുത്തു. ഇനി പറഞ്ഞു കൊടുക്കണമല്ലോ. അകലം പാലിച്ച് നിൽക്കുന്ന ബംഗാളിനെ മാടി വിളിച്ചു. അരേ ഭായി, ഇതറാവോ? ഓൻ ഇതറായി. യേ ഗോലി സുബ ശാം ഏക്ക് ഖാനേക്ക് പെഹലെ, യേ ഖാനേക്ക് ബാദ്, യേ ഓയിൻമെൻറ്റ് ഖുജിലി കോ ലഗാനെ കേലിയെ. ആത്മസംതൃപ്തിയോടുകൂടി ഇത്രയും പറഞ്ഞു മരുന്ന് കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്തിന് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ്. മരുന്ന് വാങ്ങിയതും അൻ്റെ ബാപ്പാൻ്റെ തല. നകുലേട്ടാ, എന്താ ഞാനിപ്പോൾ കേട്ടേ? മലയാളോ മറാത്തിയോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അടുത്ത ഡയലോഗ്. സർക്കാർ ആശുപത്രിയിലെ ഫാർമസിയിൽ വരെ ഇപ്പോൾ ബംഗാളികളാ. പിന്നെങ്ങനെ മാറാനാ പാവപ്പെട്ടവൻ്റെ ചൊറി? ഈ നാട് നന്നാവൂല. പിന്നെയും എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് പോകുന്ന ആ ബംഗാളീനെ നോക്കി നിൽക്കുമ്പോൾ